ഭരണഘടനാ ശില്പിയായ ശ്രീ BR അംബേദ്കറിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഈ ഭരണഘടന ഭാവിയിൽ അപകടകരമായ രീതിയിൽ ആരെങ്കിലും ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു കഥ ഇങ്ങനെയാണ്. നിങ്ങൾ ഒരു അതിശക്തമായ ഒരു പ്രതിഷ്ഠയുള്ള ഒരു അമ്പലം നിർമ്മിച്ചു എന്ന് വിചാരിക്കുക. ആ അമ്പലം അസുരന്മാർ കയ്യേറി കീഴടക്കി എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് ജീവനം കൊണ്ട് പലായനം ചെയ്യുമോ? അതോ അസുരന്മാരുടെ കയ്യിൽ ഇത്രയും ദിവ്യശക്തിയുള്ള അമ്പലം കിട്ടാതിരിക്കാനായിട്ട് ആ അമ്പലത്തിന് തീയിടും? ഈ ഇലക്ഷൻ കാലത്ത് കേരളത്തിലെ ഒരു ശരാശരി വോട്ടറുടെ അവസ്ഥ പരിതാപകരമാണ്. അവനവന്റെ ജില്ലയിലെ ഭരണം മടുത്തിട്ട് എന്നാൽ ഇപ്രാവശ്യം വോട്ട് മാറ്റിക്കുത്താം എന്ന് വിചാരിച്ചാൽ അത്രനാൾ അവിടെ ഭരിച്ച പാർട്ടിയുടെ നേതാവാണ് ഇപ്രാവശ്യം തൊട്ടപ്പുറത്തെ പാർട്ടിയിലെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഐഷ പോറ്റി മുതൽ സന്ദീപ് വാര്യർ മുതൽ വരെയുള്ള സ്ഥാനാർത്ഥികൾ, അതായത് കൂറുമാറിയ കാലുമാറിയ സ്ഥാനാർത്ഥികൾ, അവർക്കിടയിൽപ്പെട്ട് ദുവിധയിലാണ് നമ്മുടെ വോട്ടർമാർ. അവരെല്ലാവരും ഒന്നടങ്കം ചോദിക്കുന്നു, നിങ്ങളെല്ലാവരും ഇങ്ങനെ കാലുമാറിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നല്ലയ്യ? അതിനേക്കാൾ രസകരമായ ഒരു ചോദ്യം ഇതാണ്. കമ്മ്യൂണിസത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന ഒരു 7 നേതാക്കന്മാർ ജയിക്കുകയാണെങ്കിൽ ആ മുന്നണി കോൺഗ്രസ് മുന്നണിയാണോ അതോ കമ്മ്യൂണിസ്റ്റ് മുന്നണിയാണോ? ആ അമ്പലത്തിന് തീയിടും, ആ അമ്പലത്തിന് തീയിടും, ആ അമ്പലത്തിന് തീയിടും.